ഇന്ന് പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം. ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ളൊരു ലോകത്തിലേക്കാണ് ആൾ പോയിട്ടുള്ളത്. എന്നാലും ദൈവം എനിക്കൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു. സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു. അതാണ് ഈ നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അഭിനന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലിയെക്കുറിച്ച് അവരെ എന്താ പറയുക അത്രയധികം താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അത്രയധികം താഴ്ത്തിക്കെട്ടുന്ന രീതിയിൽ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നവരെ കണ്ടു. ഞാനും ഇവരുടെ ലൈവിലും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ കാണുന്നതാണ്. ലൈവിൽ അങ്ങനെ കമൻസ് ഒന്നും ഇടാറില്ല. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഞാനൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും നിങ്ങളുടെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരത് അതിനുള്ള റിപ്ലൈയും തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്നവർ എന്നെ ഇട്ട് അലക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ള രീതിയിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും രണ്ടാം കല്യാണം കഴിച്ചത് ഇത്ര വലിയ തെറ്റാണോ? അതുപോലെ തന്നെ അവർക്ക് ഒരു തെറ്റ് പറ്റി. ഭർത്താവ് മരിച്ച് 4 മാസം ആകുമ്പോഴേക്ക് കല്യാണം കഴിച്ചു. അവരുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവരത് കല്യാണം കഴിച്ചത്. അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാനും അവരുടെ ലൈവ് കാണുന്നതാണ്. അനീഷേട്ടൻ ഉള്ളപ്പോഴും അവരുടെ ലൈവ് മൊത്തം ഞാൻ ഇരുന്ന് കാണുന്നതാണ്. കമൻറ്റ് അങ്ങനെ ഇടാറില്ല. പക്ഷേ ഒട്ടുമിക്ക അവരുടെ ലൈവ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരുടെ സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈവും ഞാൻ കാണാറുണ്ട്. എന്നെ അധികം അവർക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ അവരുടെ എല്ലാ വീഡിയോസും ലൈവും എല്ലാം കാണാറുണ്ട്. അവരും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലതുപോലെ സ്നേഹിച്ച് തന്നെയാണ് അവർ ജീവിച്ചിരുന്നതും. അവർ ഓരോ വീഡിയോസും കാര്യങ്ങളിലെല്ലാം അവർ പറഞ്ഞ അയാളും തന്നെ ആ അനീഷേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയും ഇതുപോലൊരു പാവം മനുഷ്യൻ ലോകത്തുണ്ടാവില്ല എന്നത് തന്നെ പറയാം. ഭാര്യയും മക്കളെയും അത്രയധികം സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇവള് റിനു ഇത്രയും പെട്ടെന്ന് വേറെ ഒരുത്തനെ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, അവരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം അവർ കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ കമൻസിലൂടെയും അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തവരൊക്കെ അവരെ കുറ്റം പറയുന്നത് കണ്ടു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. ഒന്നും അറിയാതെ നമ്മൾ വെറുതെ അവരെ ക്രൂശിക്കുന്നത് ശരിയല്ലല്ലോ. എന്താ പറയുക, അവർ സാഹചര്യം കൊണ്ടായിരിക്കും അവർ കല്യാണം കഴിച്ചത്. അതുപോലെ തന്നെ അത് മാത്രമല്ല, അവർ സഹിക്കാവുന്നതിലും അപ്പുറം അവർ ആ ഓരോ കമൻറ്റുകളും അവർ ഓരോ പറയുന്ന ആ വാക്കുകളും എന്താ പറയുക, അനീഷേട്ടനെ കൊന്നിട്ട് ഈ സിനുവിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ഭർത്താവിൻ്റെ കല്യാണം കഴിക്കാൻ വേണ്ടി അനീഷിനെ കൊന്നതാണ് എന്ന് വരെ പറയുന്ന തരത്തിലാണ് ഓരോരുത്തരും റിയാക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാതെ അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടെങ്കിൽ മാത്രം അതിനെതിരെ പ്രതികരിക്കുക. അല്ലാതെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ നമ്മൾ വായി തോന്നുന്ന വാക്കുകൾ വിളിച്ച് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്താ പറയുക, റിനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കുറച്ച് പേരുണ്ട്. അതുപോലെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നവരും കുറേ പേരുണ്ട്. ശരിയാണ്, 4 മാസം കഴിഞ്ഞ് വിവാഹം കഴിച്ചത് തെറ്റ് തന്നെയാണ്. അതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. 1 വർഷം വരെ അവർക്ക് കാത്തിരിക്കാമായിരുന്നു. അവർ ഇന്നിട്ട ലൈവിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ ചെയ്തത് തന്നെ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1 വർഷം വരെ, മാക്സിമം 1 വർഷമെങ്കിലും കാത്തിരിക്കായിരുന്നു. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇപ്പോൾ ഭർത്താവ് ഇരിക്കെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർ എത്ര വരെ കാത്തിരിക്കും? ഏറി വന്ന ഒരു 40 ദിവസം അല്ലെങ്കിൽ 1 മാസം, അതിൽ കൂടുതൽ ഒരാളും കാത്തിരിക്കില്ല. പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കും. പിന്നെ അത്രത്തോളം സ്നേഹിച്ചവർ മാത്രമാണ്, പിന്നെയും അതിൽ 100-ൽ 1-2 പേർ മാത്രമായിരിക്കും കല്യാണം കഴിക്കാതെ ആ ഭാര്യയെ ഓർത്ത് ജീവിക്കുന്നവർ. അല്ലാതെ ഭൂരിപക്ഷം പേരും മരിക്കാൻ വേണ്ടി കാത്തിരുന്നത് പോലെ 40 ദിവസം അല്ലെങ്കിൽ 1 മാസം തികയുന്നതിന് മുമ്പേ കല്യാണം കഴിക്കും. അതുപോലെ തന്നെ അനീഷേട്ടനെ കൊന്നതല്ല, പുള്ളിക്കാരൻ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് തന്നെയാണ് എന്ന് വേറൊരു യൂട്യൂബർ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കൂ. അനീഷേട്ടൻ മരിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ, ഞാൻ കോഴിക്കോട് പെരുമണ്ണയിലാണ് താമസിക്കുന്നത്. ഈ പെരുമണ്ണേൻ്റെ തൊട്ടപ്പുറത്തെ സ്റ്റോപ്പാണ് പുത്തൂർമഠം. ഈ പുത്തൂർമഠത്ത് സ്കൂളിൻ്റെ കുറച്ച് സൈഡിലായിട്ട്, പുത്തൂർമഠം സ്കൂളിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഫ്രണ്ടിലല്ല, കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു ഹമ്പ് ഉണ്ട്. ഒരു സിമെൻറ്റ് കമ്പനീൻ്റെ ഒക്കെ മുന്നിലായിട്ടും ഒരു ഹോട്ടലിൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട്, ഒരു പള്ളീൻ്റെ ഒക്കെ ഫ്രണ്ടിലായിട്ട് ഒരു ഹമ്പ് എടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ വെക്കാട്ടോ, നിങ്ങൾ കണ്ടോളി. ആ ഹമ്പ് അനീഷേട്ടന് വണ്ടിയായിട്ട് വരുമ്പോൾ ഹമ്പ് ചാടുകയും പിക്കപ്പ് വാന് വന്നും കണ്ട് ഇടിക്കുകയും ചെയ്തപ്പോൾ ആ ഭയങ്കരമായിട്ട് ആഘാതത്തിൽ അനീഷേട്ടൻ പോയി തെറിക്കുകയും തലക്ക് പരിക്ക് പറ്റി. അതിൻ്റെ വീഡിയോ ഞാൻ വെക്കാം. ബ്ലറായിട്ട് എനിക്ക് അനീഷേട്ടൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും എൻ്റെ കൈമേൽ അനീഷേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഫോട്ടോ ഉണ്ട്. അനീഷേട്ടൻ പറ്റിയ സമയത്ത് സംസാരിച്ച വ്യക്തിയാണ്. അവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലുള്ള
ഒരു ബായിയാണ് ഈ അനീഷേട്ടൻ്റെ ഫസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ കാണുന്ന പള്ളീൻ്റെ സ്ത്രീകൾ കയറുന്ന ഭാഗത്തേക്കാണ് അനീഷേട്ടൻ തെറിച്ച് വെക്കുന്നത്. അതേപോലെ സിമെൻറ്റിൻ്റെ കമ്മിനിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് ബൈക്ക് തെറിച്ച് പോയി. പിക്കപ്പ് വാനും അതുപോലെ സൈഡേക്ക്. ആ പിക്കപ്പ് വാനിൻ്റെ ഫോട്ടോ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഈ അനീഷേട്ടനെ കൊണ്ടുവന്ന് കുത്തിയ പിക്കപ്പ് വാനിനുള്ള ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഈ റീനു എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ഭാര്യ ഒരാളെ ആക്കിക്കാണ്ട് കുത്തിയതൊന്നല്ല. ഇതിൻ്റെ പേരിൽ അന്വേഷണം നടക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ മനസ്സാ വാച ഒരിക്കലും ഒരു ഭർത്താവ് മരിക്കുമെന്ന് പോലും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ വീടിൽ നിന്ന് തന്നെ വ്യക്തമാണ് അനീഷിനെ കൊന്നതല്ല, അവർ ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ആ ഇടിച്ച ഉടനെ ആ ആഘാതത്തിൽ മറിഞ്ഞു വീണു. തലയ്ക്കാണ് അടിപറ്റിയത്. സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലയ്ക്ക് എവിടെയാണ് അടിപറ്റിയതെന്ന് അറിയില്ലല്ലോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മരണപ്പെട്ടു. പിന്നെ ആ ടിപ്പർ ലോറി ഓടിച്ച ആൾ മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. മദ്യമാണ് എല്ലാത്തിനും ഇത് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നവർ ഒന്ന് ആലോചിക്കുക. അവർക്കൊരു കുടുംബമുണ്ട്. അവർ 2 മക്കളെ വളർത്തുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ ഒരു ക്യാൻസർ രോഗിയായ ഒരു അമ്മയെ നോക്കുന്നതും റിനു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പം നമ്മൾ ഒരാളെ കുറിച്ച് വ്യക്തിഹത്യ ചെയ്യുന്ന സമയത്ത് അതിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്നുള്ളത് നോക്കുക. ഒരാൾ റിയാക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതേപടി എടുത്ത് മറ്റുള്ള കുറേ പേര് റിയാക്ട് ചെയ്യുന്നു. അത് അവരെ എന്താ പറയുക, മാനസികമായിട്ട് വല്ലാത്തൊരു അവസ്ഥയിലെത്തിക്കും. ആ അനീഷേട്ടൻ മരിച്ച സമയത്തുള്ള ലൈവൊക്കെ ഞാൻ കണ്ടതാണ്. ഭയങ്കര കരച്ചിലും ഇതൊക്കെ ആയിട്ട് അവർ ലൈവ് ഇട്ടതാണ്. ഒരിക്കലും നമുക്ക് ഇതാകാൻ പറ്റില്ല. അത്രയ്ക്ക് മാത്രം സ്നേഹിച്ച തലേ ദിവസം വരെ ഈ അനീഷേട്ടൻ മരിക്കുന്ന തലേ ദിവസം വരെ ലൈവ് ഇട്ടിട്ട് പിറ്റത്തെ ദിവസം മരിക്കുക. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ തമ്മിൽ ആ ലൈവ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ലൈവ് എന്നൊക്കെ മനസ്സിലാവും. അവരുടെ ഫേസിൻ്റെ ആ ഒരു വ്യത്യാസം ഇതൊക്കെ മനസ്സിലാവും. അവർ കഷ്ടപ്പാടാണെങ്കിലും അവരുടെ ലൈഫ് സന്തോഷത്തിലായിരുന്നു. അവർ ജോലിക്കൊക്കെ പോയിട്ടാണ് കുടുംബം നോക്കിയതും. അതുപോലെ അനീഷേട്ടനും ജോലിക്കൊക്കെ പോയിട്ടാണ് ആ കുടുംബത്തെ നോക്കിയിരുന്നത്. റീനു എന്ന അവരുടെ അമ്മയെയും ഈ അനീഷ് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അവരിങ്ങനെ ഒരുപാട് വ്യക്തിഹത്യ ചെയ്യരുത്. സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രം വേണം അവരെ ഇങ്ങനെ ക്രൂശിക്കാൻ എന്ന് മനസ്സിലാക്കണം. അവരൊരു തെറ്റ് ചെയ്തുള്ളൂ. അനീഷേട്ടൻ മരിച്ചു കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞതും വിവാഹം കഴിച്ചു. അതൊരു തെറ്റ് തന്നെയാണ്. തെറ്റല്ല ഞാൻ പറയുന്നത്, തെറ്റ് തന്നെയാണ്. 4 മാസം എന്നുള്ളത് ഒരു വർഷം കാത്തിരിക്കാമായിരുന്നു. അതിനോട് ഞാനും യോജിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു തെറ്റ് നമ്മളത് മറക്കുക. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം, മക്കളുടെ ആ ഒരു ഇത്, അവരുടെ മെൻ്റലി അവരാകെ തകർന്നിരിക്കുന്ന സമയത്ത് എന്താ പറയുക, ആരും അവരെ ഹെൽപ്പ് ചെയ്യാനോ സഹായിക്കാനോ ആരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പറഞ്ഞു മക്കളുടെ സമ്മതത്തോടു കൂടി നല്ലൊരു ബന്ധം വന്നപ്പോൾ അവരത് തിരഞ്ഞെടുത്തതായിരിക്കാം. അല്ലാതെ നമ്മളതിനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും റിനുവിൻ്റെ ആ കല്യാണത്തിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. 31-ാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം, ഓഗസ്റ്റ് 31-ന്. അതിൻ്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്നു. കാരണം 31-ാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത്. അപ്പോൾ റൂമൊക്കെ എടുത്ത് നിന്നു. പിറ്റേന്ന് രാവിലെ ഒരു 8:30 ആകുമ്പം അമ്പലത്തിലെത്തിനെ. ആർഭാടങ്ങളൊന്നും ഉള്ളൊരു കല്യാണമൊന്നുമല്ല. നമ്മൾ ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തിരഞ്ഞെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഭർത്താവ് മരിച്ച് 3 മാസം 4 മാസം ആയിട്ടുള്ളൂ. എപ്പോഴാണ് ഈ ഒരു കല്യാണം കഴിക്കുന്നതും ഈ ഒരു വീഡിയോ ഇടുന്നതും. അവർ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞതും ലൈവ് ഇടാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് പുറത്തു പോകാനോ ഒന്നും കഴിയാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. വീട്ടിൽ അടച്ചുകൂട്ടി ഇരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ലൈവ് ഇട്ടു. എല്ലാവരോടും കരഞ്ഞ് തന്നെയാണ് അവർ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അനീഷേട്ടനെ കുറിച്ചിട്ടുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കരച്ചിൽ കാണുമ്പോൾ മക്കളും ആകെ തകർന്നു പോകും. അപ്പോൾ ആ മക്കളും പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ മാറാൻ വേണ്ടിയിട്ടായിരിക്കും നല്ലൊരു ബന്ധം വന്നപ്പോൾ മക്കളും സമ്മതിച്ച് ആ ഒരു കല്യാണം കഴിച്ചത്. എല്ലാവരെയും പോലെ റിനു എന്ന് പറയുന്ന സ്ത്രീ ആ മക്കളെ ഉപേക്ഷിച്ച് ഒരുത്തൻ്റെ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ മക്കളെ കൊന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർ 4 ആളറികെ ആണ് കല്യാണം കഴിച്ചത്. ആ മക്കളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ ഒറ്റപ്പെടൽ നിന്നൊന്നും മാറാൻ വേണ്ടിയിട്ട്. ശരിയാണ് ഈ പറയുന്നത്. എനിക്കാണെങ്കിലും ആ ഒരു ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അവർക്കും അംഗീകരിക്കാൻ
കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരിക്ക് നിർബന്ധിയാകേണ്ട വന്നിട്ടുണ്ടാവും, അംഗീകരിച്ചിട്ടുണ്ടാവും. പിന്നെ നിർബന്ധമാകുകയല്ല, അവർക്ക് ആ ഒരു സിറ്റുവേഷൻ പിന്നെ മറികടക്കാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അവരത് കല്യാണം കഴിച്ചിട്ടുണ്ടാവും. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കാതാവുമെന്ന് ചെയ്യുകയല്ല. എങ്കിലും അവരുടെ ആ ഒരു സാഹചര്യം കൂടി എല്ലാവരും മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അവരെ ക്രൂശിക്കുന്ന സമയത്തും അവരുടെ ഇത് ഒന്ന് മനസ്സിലാക്കണം. എന്താ ചോദിച്ചാൽ ക്യാൻസർ രോഗി എന്ന് പറയുമ്പോൾ അവർക്കും ഒരുപാട് ട്രീറ്റ്മെൻറ്റും മരുന്നുകളും കാര്യങ്ങളൊക്കെ വേണം. ഇപ്പോൾ റിനുവിന് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അപ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്താൻ ഒരാൾ വരുമ്പോൾ ആരാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്തു പോകും. മക്കളുടെ ഭാവി, മക്കളിനെ ഇനി ഒരു തരത്തിൽ ഇതിലെത്തിക്കണം, എല്ലാം കൂടെ ആ പുള്ളിക്കാരിക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കി ഒരാൾ വന്നപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അവർക്ക് വിവാഹം കഴിച്ചു. അത് വലിയൊരു തെറ്റായി കണ്ട് അവരെ ക്രൂശിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ പറയുക, അവരുടെ അവസ്ഥയും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെയും കൂടെ അവസ്ഥ മനസ്സിലാക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അവരെ ഒരു തരത്തിൽ കുറ്റപ്പെടുത്താതിരിക്കുക. എന്താ ചോദിച്ചാൽ ഇനിയും ഒരു ഇതിലേക്ക് അവരെ വിടാതിരിക്കുക. എല്ലാവരും കൂടെ പുറകെ നിന്ന് കുറ്റപ്പെടുത്തുന്ന സമയത്ത് പിന്നെ അവരുടെ മൈൻഡ് ഇതായി പോകും. അപ്പോൾ ഇപ്പം തന്നെ അനീഷ് എന്ന വ്യക്തി മരിച്ചതിൻ്റെ ആ ഒരു ഇതൊന്നും അവർക്ക് മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. ഒരിക്കലും അത് പോവുകയില്ല, മനസ്സിലെപ്പോഴും ഉണ്ടാകും. അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ടും, പിന്നെ മനുഷ്യരല്ലേ, മറക്കാനുള്ള കഴിവും ഇതൊക്കെ പടച്ചവൻ തരുമല്ലോ. അപ്പോൾ ആ ഒരു ഇതിലോടുകൂടി അവരത് മറക്കാൻ വേണ്ടിയായിരിക്കും സിനു എന്നൊരു ആളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അയാളും നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. ലൈവൊക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അയാൾ മക്കളെ ആണെങ്കിലും റിനുവിനെ ആണെങ്കിലും നല്ലതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പ്രശ്നം, അവർ നന്നായി ജീവിക്കട്ടെ. എന്തായാലും കല്യാണം കഴിച്ചില്ലേ, ഇനിയിപ്പോൾ 3 മാസം 1 വർഷം ഇനി ആ ഒരു കണക്കൊന്നും പറയാതെ അവർ ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും അവരെ ഇങ്ങനെ ക്രൂശിക്കരുത് എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം.